വിശ്വാസത്തിൻ്റെ വലിയൊരു നിറവിലേക്കാണ് ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് നിങ്ങളെ തള്ളിവിടുന്നത്. ഇന്ന് വരെ ഒന്നും കണ്ടില്ലെങ്കിൽ പേടിക്കണ്ട, നിങ്ങൾ അത്ഭുതങ്ങൾ കണ്ട് തുള്ളിച്ചടാൻ പോവുകയാണ്. എല്ലാ ദിവസവും അത്ഭുതം കാണും. അതിനുള്ള വാതിലുകൾ തുറക്കും. അകന്നുപോയ ബന്ധങ്ങളെല്ലാം അടുത്തു വരും. നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾ തിരിച്ചു പിടിക്കും. ബൈബിളിൽ പറയുന്ന പോലെ പച്ചപ്പുഴുവും തുള്ളനും വീട്ടിലും വെട്ടുക്കിളിയൊക്കെ കുത്തിക്കളഞ്ഞ കുറേ വർഷങ്ങളില്ലേ, ആ വർഷങ്ങളെല്ലാം നിങ്ങൾ തിരിച്ചു പിടിക്കും. വിശ്വാസത്താൽ ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം വിശ്വസിക്കുന്നവനും ചെയ്യാൻ കഴിയും. ദൈവം ചെയ്യുന്നത് മുഴുവനും വിശ്വസിക്കുന്നവൻ ചെയ്യുമെന്ന് പറഞ്ഞത് യേശുവാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും വലിയ അത്ഭുതങ്ങൾ കാണാൻ നമുക്ക് തക്ക സമയത്ത് ഉയർത്തുന്ന കർത്താവിൻ്റെ കൈ കീഴെ താണിരുന്ന് നമ്മുടെ ഓരോ ദിവസവും തുടങ്ങാം. പ്രാർത്ഥനയോടെ തുടങ്ങാം. ജോർജ് മുള്ളർ എന്ന ദൈവദാസൻ മുട്ടിന്മേലിരുന്ന് 100 പ്രാവശ്യം ബൈബിൾ വായിച്ചെന്ന് കേട്ടിട്ടുണ്ട്. വേദപുസ്തകം ഭയഭക്തിയോടെ വായിക്കാം. ജോർജ് മുള്ളറിൻ്റെ ജീവിതത്തിൽ ഭയങ്കര അത്ഭുതങ്ങളാണ് നടന്നത്. 25,000-ഓളം അനാഥ കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറഞ്ഞാൽ അത് 1 രൂപ ആരോടും വാങ്ങാതെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു. അതാണ്. കുഞ്ഞുങ്ങളെ നിരത്തി അവിടെ ഭക്ഷണത്തിനിരുത്തും. രാവിലെ കൊടുക്കാൻ അവർക്ക് ബ്രെഡില്ല, പാലില്ല. അവരോട് പറഞ്ഞു, എല്ലാവരും പ്ലേറ്റ് നിരത്തിക്കോ. അനാഥ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, യേശു അപ്പച്ച തന്ന ഭക്ഷണത്തിനായി സ്തോത്രം, പാലിനായി സ്തോത്രം. എന്താ സംഭവിച്ചത്? അങ്ങനെ ഒരിക്കൽ ചെയ്തപ്പോൾ അതിലെ പോയ ഒരു പാല് വണ്ടിക്കാരൻ മഞ്ഞു മൂടിക്കിടക്കുന്നത് കൊണ്ട് ദൂരേക്ക് ഈ പാല് കൊണ്ടുപോകാൻ പറ്റാതെ വന്നപ്പോൾ തിരിച്ചു പോകണമെങ്കിൽ ഈ വലിയ പാലും വണ്ടിയായിട്ട് പോകുന്ന വലിയ മെനക്കേടാ, ഓവർലോഡാ. ഇതെന്ത് ചെയ്യും? കമത്തി കളയാമോ? ഇല്ല. അപ്പോഴാണ് ആരോ പറഞ്ഞു, ഇവിടെ ഒരു ഓർഫനേജ് ഉണ്ട്, 1 ലോറി പാല്. അതിനു മുമ്പ് അതിൻ്റെ 10-1 പോലും അവിടെ ഇല്ല പാല്. അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ 1 ലോറി പാലാ വന്നത്. ബ്രെഡ് കമ്പനിക്കാരൻ ബ്രെഡുമായിട്ട് പോയതാണ്. ഇതുപോലെ തന്നെ മഞ്ഞു മൂടി കിടക്കുന്നുണ്ട്, പോകാൻ പറ്റുന്നില്ല. ഈ ബ്രെഡുമായിട്ട് തിരിച്ചു പോകണമെങ്കിൽ ഓവർലോഡാണ്. ഈ ഓവർലോഡായിട്ട് പോയാൽ ചിലപ്പോൾ മഞ്ഞിൽ പുതയാം. അതും ഇതുപോലെ കൃത്യമായിട്ട് ഇവിടെ വന്നു. പ്ലേറ്റ് വെച്ച ശേഷമാണ്. കുഞ്ഞുങ്ങളെല്ലാം നിരന്നിരുന്നു. പ്ലേറ്റ് വെച്ച ശേഷം കർത്താവിന് നന്ദി പറഞ്ഞപ്പോൾ സംഭവിച്ച അത്ഭുതങ്ങൾ. ജോർജ് മുള്ളർ എന്ന ദേവദാസന്റെ ചരിത്രം നിങ്ങൾ വായിക്കണം. വിശ്വാസ വീരനായ ജോർജ് മുള്ളർ എന്ന പേരിൽ തന്നെ നമുക്കത് കിട്ടും. ജോർജ് മുള്ളർ എന്ന ദേവദാസന്റെ അനുഭവങ്ങൾ കേട്ടപ്പോൾ DL മൂഡി എന്ന ദേവദാസൻ ചാർജായി. നിങ്ങളുടെ അടുക്കൽ വരുന്നവർ ചാർജാകത്തക്ക രീതിയിൽ നിങ്ങൾ വിശ്വാസത്തിൽ നിറഞ്ഞവരായിരിക്കണം. നിങ്ങളോട് ഒരു 10 മിനിറ്റ് ആരെങ്കിലും സംസാരിച്ചാൽ അവർ വിശ്വാസത്തിൽ അങ്ങോട്ട് നിറയണം. വിശ്വാസമെന്ന് പറയുന്നത് നമ്മിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആത്മാവാണ്. വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതായത് ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് സംസാരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിൻ്റെ അതേ ആത്മാവുള്ളത് കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. നമ്മുടെ വിശ്വാസത്തെ കർത്താവിൽ നിറച്ചെടുക്കാം. വിശ്വാസത്തിന്റെ നായകനായ യേശുവിനെ നമുക്ക് ചേർന്ന് പാടി ആരാധിക്കാം. നിൻ സാന്നിധ്യത്തിൽ ചെയ്യുവാൻ
ചെയ്യുവാൻ എന്നും എൻ്റെ കൂടെ വേണമപ്പാ. എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. അപ്പാ, എന്നും എൻ്റെ കൂടെ വേണമപ്പാ. എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ, നിൻ സാന്നിധ്യത്തിൽ മറയുവാൻ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ, നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ, നിൻ സാന്നിധ്യത്തിൽ മറയുവാൻ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ, നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. എന്നും എൻ്റെ കൂടെ, എന്നും എൻ്റെ കൂടെ വേണമപ്പാ. എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. എന്നും എൻ്റെ കൂടെ വേണമപ്പാ. എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. എന്നും എൻ്റെ കൂടെ വേണമപ്പാ. എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. യേശുവേ, എന്നും എൻ്റെ കൂടെ വേണമപ്പാ. എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. വാഞ്ചിക്കുന്നേ, ദാഹിക്കുന്നേ, എന്നാശയേറുന്നേ. വാഞ്ചിക്കുന്നേ, ദാഹിക്കുന്നേ, എന്നാശയേറുന്നേ. വാഞ്ചിക്കുന്നേ, ദാഹിക്കുന്നേ, എന്നാശയേറുന്നേ. വാഞ്ചിക്കുന്നേ, ദാഹിക്കുന്നേ, എന്നാശയേറുന്നേ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം നമുക്കിന്ന് പൂർത്തിയാക്കാൻ കഴിയട്ടെ. ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിലേക്ക്, 2 വാക്യത്തിലേക്ക് വരികയാണ്. അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച വാക്യം ഒന്ന് വായിക്കാം. 23-ാം വാക്യം. പെസഹ പെരുന്നാളിൽ യെരുശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. അതായത് യേശു ദേവാലയത്തിൽ ചെന്ന് അവിടെയുള്ള കാള, ആട്, പ്രാവ് ഇതിനെയെല്ലാം പറഞ്ഞു വിട്ടിട്ട്, ആൾക്കാരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട്, മേശകളെല്ലാം മറിച്ചിട്ട് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് തീർന്നില്ല. അവിടെ വന്ന എല്ലാവരും യേശു സൗഖ്യമാക്കി. യേശു വെറുതെ ദേവാലയത്തിൽ വരില്ല. എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞ് യേശു അത് കഴിഞ്ഞിട്ട് അവിടെ വന്ന ജനങ്ങളിൽ മനസ്സലിഞ്ഞ് അവരെ സൗഖ്യമാക്കി. അത് കണ്ടപ്പോൾ പലരും യേശുവിൽ വിശ്വസിച്ചു. കാനാവിലെ കല്യാണ വീട്ടിൽ ശിഷ്യന്മാർ യേശുവിനെ വിശ്വസിച്ചു. യേശു ദേവാലയത്തിൽ ഈ ചെയ്ത എരിവുള്ള പ്രവൃത്തി കണ്ടിട്ട് യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ അവനിൽ
വിശ്വസിച്ചു. അപ്പം വിശ്വാസം എന്ന് പറയുന്നത് പല തട്ടിലിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഇപ്പം പലരും യേശുവിൽ വിശ്വസിച്ചു. ഇനി അടുത്ത വാക്യം വായിക്കുമ്പോൾ 24-25, യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല. അതിൻ്റെ അർത്ഥം യേശുവിനെ എല്ലാവരും വിശ്വസിച്ചാലും യേശു എല്ലാവരെയും വിശ്വസിക്കണമെന്നില്ല. യേശുവിനറിയാം ഇത് ആരാ പാർട്ടിയെന്ന്. യേശു നമ്മെ വിശ്വസിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ വളർന്നു വരണം. യേശു അവരെ വിശ്വസിച്ച്, അവിടെ എന്താ പറയുന്നത്, വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല. ഓ, ഇവരെല്ലാം എന്നെ വിശ്വസിക്കുന്നില്ലേ, എന്നാൽ ഇവരെ മുഴുവൻ അങ്ങോട്ട് വിശ്വസിക്കുകയില്ല. നമ്മുടെ പ്രശ്നം, നമ്മളെല്ലാവരും കണ്ണുപൂട്ടി വിശ്വസിക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് എന്ത് ചെയ്യും? പിന്നെ പറയും ഇവന്മാരെല്ലാം കള്ളന്മാരാ, പാസ്റ്റർമാരെല്ലാം കള്ളന്മാരാ, സഭയിൽ വരുന്ന എല്ലാം കള്ളന്മാരാ. ഇങ്ങനെ പറയുന്നവരാരാണെന്നറിയാമോ? കണ്ണുപൂട്ടി ആരെയൊക്കെ വിശ്വസിച്ച് കയ്യിലെ കാശ് പോയി വഞ്ചിക്കപ്പെട്ടവരാ. കുറച്ച് വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വിശ്വസ്തതയുടെ മറവിൽ നിന്നുകൊണ്ട് കളിപ്പിക്കും. പ്രത്യേകിച്ച് സഭകളിൽ നടക്കുന്നത്, ഈ സഭയിൽ വന്ന് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടമൊക്കെ ചോദിക്കും. ഒരാഴ്ച കഴിഞ്ഞ് തരാം, ഒരാഴ്ച കഴിഞ്ഞ് കൊടുക്കാൻ പറ്റില്ല, 2 ആഴ്ച കഴിഞ്ഞും കൊടുക്കാൻ പറ്റില്ല. അവസാനം എന്ത് പറ്റും? ഈ 2 പേരും ചർച്ച ചെയ്യുന്നു പോകും. ഒരാൾ മേടിച്ച ആൾ ആദ്യം സഭയിൽ നിന്ന് പോകും, കൊടുത്തയാളോ ഇയാൾ കാരണം സഭയിൽ നിന്ന് പോകും. എന്നിട്ട് പറയും എല്ലാം കള്ളന്മാരാണ്. അപ്പോൾ ഒരാൾ നമ്മളോട് കടം ചോദിക്കുമ്പോൾ, ഒരിക്കലും ഒരു ദേവദാസൻ പറഞ്ഞത്, ഒരു വലിയ എമൗണ്ട് കൊടുക്കരുത്, ചെറിയൊരു എമൗണ്ട് കൊടുത്ത് അതങ്ങോട്ട് ഒഴിവാക്കണം. ലോകമനുഷ്യനായ ഒരാൾ പറഞ്ഞത് കടം കൊടുക്കേ ചെയ്യരുത്. കടം കൊടുത്താൽ കുറച്ച് കഴിയുമ്പോൾ ആ മേടിച്ചയാൾ പിണങ്ങും. നമ്മൾ ചോദിക്കുമ്പോൾ കാശും പോകും. കൊടുക്കാതിരുന്നാലോ പിണങ്ങത്തേ ഉള്ളൂ, കാശ് നമ്മുടെ പോക്കറ്റിലിരിക്കുമെന്ന്. എന്നാൽ ദൈവവചന പ്രകാരം കടം ചോദിക്കുന്നവർക്ക് വായ്പ കൊടുക്കാം. 1000 ചോദിച്ചാൽ 100 കൊടുത്ത് അങ്ങോട്ട് ഒതുക്കണം. ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലാത്തത് ഉണ്ടാക്കി കൊടുക്കരുത്. സ്വർണം പണയം വെച്ചും ആധാരം കൊടുത്തും വഞ്ചിക്കപ്പെട്ടവരൊക്കെ സഭയിലുണ്ട്. മറിക്കാന്ന് പറഞ്ഞങ്ങനെ വീട് പോയവരെ എനിക്കറിയാവുന്ന ഒരു ആൻറ്റി സ്വന്തം വീടിൻ്റെ ആധാരം കൊടുത്തു ചർച്ചിലെ ഒരു സഹോദരിക്ക്. അവർ അത് തിരിച്ചു കൊടുത്തില്ല, ലോൺ അടച്ചില്ല, ഈ പണയം വെച്ചെടുത്ത പൈസ തിരിച്ചടച്ചില്ല. ഈ ആൻറ്റി വലിയ വീട്, ഞാൻ അവരെ കാണുമ്പോൾ കൊട്ടാരം പോലത്തെ ഒരു വീട് 91 കാണുമ്പോൾ, ഇന്ന് വീടുണ്ടെന്ന് പോലും പറയാൻ പറ്റില്ല, അതുപോലത്തെ ഒരു അവസ്ഥയിലാണ്. സമ്പന്നതയുടെ മടിത്തട്ടിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് പോയി. ദൈവത്തെ കുറ്റം പറയരുത്. യേശുവിൻ്റെ സ്വഭാവം, യേശുവിനെ നമ്മൾ നോക്കണം. യേശു മനുഷ്യനെ വിശ്വസിച്ചില്ല. മനുഷ്യനാണോ വിശ്വസിക്കരുത്, പിന്നെ ആരെ വിശ്വസിക്കാം? ഒരു ദൈവ പൈതലിനെ നാളുകൾ പഠിച്ച ശേഷം, സൂക്ഷ്മതയോടെ വിലയിരുത്തിയ ശേഷം, ഒരു പരിധിക്കപ്പുറത്തോട്ട് ഈ ദൈവത്തെ അല്ലാതെ ഭൂമിയിൽ ആരെയും വിശ്വസിക്കരുത്. അപ്പോൾ തന്നെ ചില വിശ്വസ്ത മനുഷ്യരെ നമ്മൾ കണ്ടെത്തി അവരെ വലിയ കാര്യങ്ങൾ ഭരമേൽപ്പിക്കണമെന്ന് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരെ പരീക്ഷിക്കണം. വിശ്വാസത്തിൽ തന്നെയാണോ എന്ന് അവരെ പരീക്ഷിക്കണം. 1 തിമോത്തി 3 പറയുന്നു, പുതിയ ശിഷ്യന്മാരെ ഒന്നും ഏൽപ്പിക്കരുത്, ആദ്യം അവരെ പരീക്ഷിക്കണം. അവർ നിഗളിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചിലരൊക്കെ ചർച്ചിലോട്ട് വന്നിട്ട് എന്നെ ഈ കാര്യം ഏൽപ്പിച്ചാൽ ഞാനത് ചെയ്യാം, അങ്ങനെ ചാടി ഏൽപ്പിക്കരുത്. കാരണം ഒന്നുകിൽ അവർക്ക് നിഗളം ഉണ്ടാകും,
അല്ലെങ്കിൽ അവർ ചതിക്കും, അല്ലെങ്കിൽ അവർ പരാജയപ്പെടും. അതുകൊണ്ട് നാളുകൾ അവരെ പഠിക്കണം, അവരെ ട്രെയിൻ ചെയ്യണം, അവരെ വിശ്വസ്ത മനുഷ്യരാക്കി മാറ്റണം. നാളുകൾ കഴിയും ഒരാളെ നമുക്ക് വിശ്വസിക്കാൻ. അതുകൊണ്ട് യേശു പറഞ്ഞു, കൊയ്ത്തനവധിയുണ്ട്, വേലക്കാരില്ലെന്ന്. വേലക്കാരുണ്ട്, നിറയുണ്ട്, വിശ്വസ്ത വേലക്കാരില്ല, ഏൽപ്പിക്കാൻ പറ്റിയവരില്ല. ദൈവത്തിന് കോടിക്കണക്കിന് സമ്പത്ത് ഏൽപ്പിക്കാൻ വിശ്വസ്ത മനുഷ്യരില്ല. പ്രാർത്ഥിച്ചാൽ കിട്ടുന്നതല്ല സമ്പത്ത്, വിശ്വസ്ത മനുഷ്യരെ ദൈവത്തെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾ പ്രാർത്ഥിക്കുന്നവർക്കല്ല കിട്ടുന്നത്, വിശ്വസ്തന്മാർക്ക്. അല്പത്തിൽ വിശ്വസ്തരെ ദൈവം അധികത്തിൽ വിചാരകരാക്കും. ഇവിടെ യേശു നോക്കിയേ, മനുഷ്യരെ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല, തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല. മനുഷ്യനിലുള്ളത് അവൻ അറിഞ്ഞിരുന്നു. അടുത്ത വാക്ക് 25. മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തിൻ്റെയും സാക്ഷ്യം ആവശ്യമില്ല. യോഹന്നാൻ പോലും യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞപ്പോൾ യേശു അതിനെക്കുറിച്ച് പറഞ്ഞത്, എനിക്ക് മനുഷ്യരുടെ സാക്ഷ്യം ആവശ്യമില്ല, എൻ്റെ പിതാവ് എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തിയാണ് എൻ്റെ സാക്ഷ്യം, എനിക്കത് മതി. യോഹന്നാൻ കത്തിച്ചൊലിക്കുന്ന വിളക്കായിരുന്നു. യേശു പറയുകയും ചെയ്തു, സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ അവനാണ്. എന്നാൽ യോഹന്നാന്റെ ശിഷ്യന്മാര് യേശുവിൻ്റെ അടുക്കൽ വന്നു. യോഹന്നാൻ അയച്ചതാണ്, ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണോ? വരുവാനുള്ളവൻ നീയാണോ? യേശു പറഞ്ഞു, എന്നിൽ ഇടറിപ്പോകാത്തവർ ഭാഗ്യവാൻ. അത് ഏത് യോഹന്നാനാണെങ്കിലും. കാരണം യോഹന്നാൻ വരെ വിശ്വാസത്തിൽ പതറിപ്പോയി. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ വൃദ്ധസ്ഥനായ യോഹന്നാൻ വരെ പതറിപ്പോയെങ്കിൽ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വാസത്തിന്റെ നായകനായ യേശുവിനെ നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാം. ഈ മനുഷ്യർക്ക് പറ്റുന്നത് കാണുന്നവരെല്ലാം വിശ്വസിക്കും. ദൈവത്തെ ഒഴിച്ച് എല്ലാവരെയും പോയി വിശ്വസിച്ച് എല്ലാ ചതിയിലും പോയി ചാടും. ചില ആൺപിള്ളേര് പെൺപിള്ളേരോട് കൊടുക്കുന്ന മോഹന വാഗ്ദാനങ്ങൾ കേട്ട് വിശ്വസിച്ചു പോകും. ചില പെൺപിള്ളേര് ആണുങ്ങളോട് പറയുന്നത് കേട്ടാലോ അതുപോലെ വിശ്വസിച്ചു പോകും. ഏറ്റവും ഒടുവിലാണ് ഇതൊരു വലിയ ചതിയാണെന്ന് അറിയുമ്പോഴേക്കും സമയം കഴിഞ്ഞു പോയി. സാമ്പത്തികമായിട്ടും ചിലരെ ട്രാപ്പിൽ പെടുത്തി കളയും അല്ലേ? അവരുടെ സംസാരം കേട്ടാൽ നമ്മൾ വിശ്വസിച്ചു പോകും, ചതിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ട് മനുഷ്യനെ വിശ്വസിച്ച് സ്വയമായിട്ട് അവരുടെ കയ്യിലോട്ട് കൊടുക്കരുത്. എന്നാൽ യേശു ക്രൂശിൽ പറഞ്ഞതുപോലെ, പിതാവേ, എൻ്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ധൈര്യമായിട്ട് വിശ്വസിച്ച് നമുക്ക് ദൈവത്തിൽ നമ്മെ ഏൽപ്പിക്കാം. യേശുവിൻ്റെ കയ്യിലോട്ട് കൊടുക്കാം. വചനത്തെ നമുക്ക് വിശ്വസിക്കാം, പരിശുദ്ധാത്മാവിനെ നമുക്ക് വിശ്വസിക്കാം. എന്നാൽ കണ്ണുകൊണ്ട് കാണുന്ന ഒരു മനുഷ്യനെയും മുഴുഹൃദയത്തോടെ വിശ്വസിക്കരുത്. അത് എത്ര വലിയവരാണെങ്കിലും നിങ്ങൾ ഒരു അകലം അതിലിട്ടിരിക്കണം. ആരോടാണെങ്കിലും ഒരകലം ഇട്ടിരിക്കണം. നാളെ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല. അത് എത്ര നല്ല തങ്കം പോലത്തെ പാസ്റ്ററാണെന്ന് പറഞ്ഞാലും നിങ്ങൾ ഒരകലം എപ്പോഴും. ദൈവത്തോളം ഒരാളെ വിശ്വസിക്കരുത്. അതാണ് കറക്റ്റ് വാക്ക്. യേശുവിനോളം വേറെ ആരെയും വിശ്വസിക്കരുത്. അതുകൊണ്ട് നമുക്ക് ചതിക്കപ്പെടാതെ ഈ ജീവിതകാലം മുഴുവൻ വളരെ സൂക്ഷ്മതയോടെ ജീവിക്കാം. യേശുവിൽ നിന്ന് പഠിക്കുന്ന ഒരു വാക്ക് അതാണ്, മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കൽ. അറിയണം. മനുഷ്യൻ ജഡത്തിലാണ്, എപ്പോഴും ആത്മാവിലല്ല. ഞാൻ എപ്പോഴും ആത്മാവിലല്ല. ഞാൻ പ്രസംഗിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ആത്മാവിലാണ്. അല്ലാത്തപ്പോൾ എന്നിലൊരു ജഡമുണ്ട്.
എല്ലാവരും വിവേചിക്കണം. ഒരകലം മനുഷ്യരുമായിട്ട് വെക്കണം. അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. കർത്താവ് അതിനുള്ള കൃപ ഓരോ വ്യക്തികൾക്കും തരട്ടെ. മനുഷ്യനിലുള്ളത് എന്ത് എന്ന് യേശു അറിഞ്ഞു. യേശു അത് പറഞ്ഞു. നമുക്ക് കാണാം, മർക്കോസ് 7:20-21 വാക്യം വായിക്കുമ്പോൾ, മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് മനുഷ്യനെ അശുദ്ധമാക്കും. ദുഷ്ചിന്ത, വ്യഭിചാരം, കൊലപാതകം എന്ന് പറഞ്ഞ് മൂഢത വരെയുള്ള 13 കൂട്ടം കാര്യം പറഞ്ഞു. അത് മനുഷ്യനിൽ നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ നശിപ്പിക്കും. എന്നാൽ ഒരുവൻ ക്രിസ്തുവിലായാലോ, വീണ്ടും ജനിക്കുമ്പോഴോ, അവൻ പുതിയ മനുഷ്യൻ, കർത്താവിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ കഴിയും. ആരെ വിശ്വസിക്കരുതെന്നല്ല, പുതിയ സൃഷ്ടിയെ വിശ്വസിക്കാം. അതും വീണ്ടും ജനിച്ചൊരു വ്യക്തിയെ. അപ്പോഴും അവനിലൊരു ജഡമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു അകലം വെക്കണമെന്ന് പറഞ്ഞു. പുതിയ സൃഷ്ടിയാണെങ്കിലും അവനൊരു ജഡമുള്ളതാണ്. പ്രാർത്ഥന കുറയുമ്പോൾ, വിശ്വാസം കുറയുമ്പോൾ, ബൈബിൾ വായന കുറയുമ്പോൾ ജഡം പൊങ്ങാം. അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ എന്ന് പൗലോസ് പറഞ്ഞു. നമ്മുടെ വിശ്വാസത്തെ ടെസ്റ്റ് ചെയ്യണം. നമ്മൾ അഭിഷേകത്തിൽ തന്നെയാണോ, നമ്മൾ ആത്മാവിൽ തന്നെയാണോ, സംസാരിക്കുന്ന ജഡത്തിലാണോ? വിവേചിക്കണം. എല്ലാവരെയും വിവേചിക്കണം. മനുഷ്യനായിട്ട് പിറന്ന എല്ലാവരെയും ഒരകലം വെച്ച് നിർത്താവും. നമ്മുടെ പണം, നമ്മുടെ അഭിമാനം, നമ്മുടെ മാന്യത, നമ്മുടെ ഭാവി ഒന്നും നഷ്ടപ്പെടില്ല. എന്നിട്ട് യേശുവിനെ മുഴുവനും വിശ്വസിക്കണം. നമ്മുടെ ജീവിതം ഒരു വിജയമാകും. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇത് കേട്ട ഓരോ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിറയുവാൻ, പുതിയ സൃഷ്ടിയായി ക്രിസ്തുവിൽ വളരാനും ഇടയാകട്ടെ. മനുഷ്യനാൽ, ദൈവവേലക്കാരാൽ ഒക്കെ വഞ്ചിക്കപ്പെട്ട ആയിരങ്ങളുണ്ടല്ലോ, അവരെ വിടുവിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഇനി ഒരിക്കലും ഒരു ചതിക്കുഴിയിൽ പോയി പെടാതെ, ഒരു പണമോ ഒരു മാനമോ നഷ്ടപ്പെടാതെ തന്നെത്താൻ സൂക്ഷിക്കുന്ന യേശുവിൻ്റെ പ്രകൃതം ഇത് കേൾക്കുന്നവർക്ക് വരട്ടെ. പരിശുദ്ധാത്മാവിൽ കാര്യങ്ങൾ വിവേചിക്കുന്നവരായി ഇവർ തീരട്ടെ. അനുഗ്രഹിക്കുന്നു. എല്ലാ ചതിയും ഇവർക്ക് നന്മയാക്കി മാറ്റണമേ. അറിവില്ലായ്മയിൽ പറ്റിപ്പോയത് ഇവരോട് പൊറുക്കണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. ഒരാൾ പോലും ചതിക്കുഴിയിൽ പോയി ചാടരുത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗം ഞായറാഴ്ച രാവിലെ 8 മണിക്കുണ്ടല്ലോ. എല്ലാവരും ആ പ്രാർത്ഥനയെ സന്തോഷത്തോടെ കാത്തിരിക്കുക. ഒരുമിച്ച് കൂടി വന്ന് നമുക്ക് ആരാധിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച മുതൽ ഇനിയും ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥന തുടരും. അത് നിങ്ങളെ മാറ്റിമറിക്കും. മറ്റുള്ളവർക്കും ഈ വീഡിയോകൾ ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.